നിങ്ങളെ ഇംഗ്ലീഷ് പടങ്ങൾ ഏത് പ്രായം തൊട്ടാ കണ്ടു തുടങ്ങി എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് എവിടുന്നാ കിട്ടുന്നത്? ഏതറിയില്ലായിരുന്നത്? നീ ഏത് പ്രായം തൊട്ടാ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടു തുടങ്ങിയത്? ആ പടം നീ കണ്ടു തുടങ്ങിയ പടങ്ങളും ഞാൻ കണ്ട പടങ്ങളും നേരാണ്. ഞാൻ ടോം ആൻഡ് ജെറി കണ്ടു. ശബ്ദമില്ലാത്ത ഇംഗ്ലീഷ് പടങ്ങളായിരുന്നു. അല്ല, നമ്മൾ അന്നേ ശബ്ദം അതുകൊണ്ടാണ് അവന്റെ ഇംഗ്ലീഷ് അത്ര വീക്ക്. ഇംഗ്ലീഷ് കേട്ടിട്ടില്ലല്ലോ. അതെ, അതൊക്കെ നമുക്ക് നമുക്ക് അതായിരുന്നു നമ്മുടെ കുട്ടിക്കാലം. അതെ, ഞാൻ ബാലരമ, ടോം ആൻഡ് ജെറി അതൊക്കെ അവിടെ വേറെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഗുണമൊക്കെ ഉണ്ടായി. തക്കുടു പറയുമ്പോ എല്ലാം പറയണമല്ലോ, എത്ര പറയണ്ട. മറ്റേ ഈ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട തീര മറ്റേ നാഗേന്ദ്ര കൺമുൻസില് ഗ്രേസിന്റെയും സുരാജിന്റെയും സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്തത്. അത് ഗ്രേസ് വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കറക്റ്റ് സിനിമ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഇതുമില്ലാണ്ട് ജസ്റ്റ് അറ്റയറിൽ മാത്രം വന്ന് ചെയ്തിട്ട് പോലെ നിങ്ങൾ ഭയങ്കര ആക്ടിങ് കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായ ഫീലിംഗ് കൂടിയാണ് അത്. ആരെങ്കിലും അഭിനയിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടോ? അഭിനയിക്കാൻ ആക്ച്വലി വിളിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിൽ അറ്റ്ലാന്റ സിനിമ ടോക്കീസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസും പിന്നെ നമ്മുടെ മല്ലുഗോമസ് പ്രൊഡക്ഷൻസ് കൂടെ ചേർന്ന് ചെയ്തേക്കുന്ന ഒരു മ്യൂസിക് വീഡിയോ ആണ് തിരുമാലി വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസ് എല്ലാം കണ്ടിട്ടാണ് ശ്യാം കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡയറക്ടർ ഉള്ളത്. പുള്ളി വിളിച്ചത് നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി കൺസീവ് ചെയ്ത ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ളതുകൊണ്ട് അതൊരു നമ്മൾ ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ ചെയ്തേക്കുന്ന ഒരു ഐഡിയ ആണ് ആ പാട്ടിലുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഒരു വിതിൻ 2 weeks നമ്മൾ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ആ പാട്ടിൻ്റെ. അല്ലാതെ എനിക്ക് തോന്നുന്നു ആക്ടിങ് ഇപ്പം 1-2 സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഡയറക്ടേഴ്സൊക്കെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനായിട്ട് നമ്മൾ ആക്ച്വലി ഈ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു വെബ് സീരീസ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് ടൈം നമുക്ക് ട്രിക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം നമ്മൾ ഹോൾഡ് ചെയ്തു. അതിനകത്ത് ഇവള് ലീഡായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇനിയും വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ തിരക്കുള്ള പല ഡോക്ടറായി നിലനിൽക്കുന്ന ഈ അവസ്ഥയിലും ഈ ഇങ്ങനെ ഒരു ഉത്സാഹമുള്ളൊരു ഭർത്താവുള്ളതിന്റെ ഇടയിൽ എവിടെ നിന്നാണ് അഭിനയിക്കാനൊക്കെ ഒരു സമയം കിട്ടുന്നത്? അഭിനയിക്കാൻ ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. നായിക ഞാനാണല്ലോ. ഒന്നെങ്കിൽ ടൊവിനോ അല്ലെങ്കിൽ ഫഹദിയ. എന്റെ റീലിലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഡേറ്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണല്ലോ. എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരെ എത്തണ്ടേ, അത്ര ഒരു പ്രശ്നമേ ഉള്ളൂ. അതെ. ഇല്ല, നമ്മുടെ ക്രഷ് സത്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നീ പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ക്രഷായിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പേഴ്സൺ എന്നോടൊരു ഭയങ്കരമായ ക്രഷ് ഇല്ല. നമ്മുടെ റോൾ മോഡൽസ് മോണിക്ക ബെലൂച്ചിയാണ് ക്യാരക്ടറായിട്ട്. പുള്ളി ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് മൂവീസ് ആണല്ലോ കണ്ടത്. അല്ല, മലയാളത്തില് നമ്മുടെ എനിക്ക് ആക്ടിങ് ഏതൊരു മോണിക്ക ഒരുപാട് പടങ്ങളുണ്ട്. മെലീനയാണോ? അതെ അതെ, ഇറ്റ്സ് റിയലി ഗുഡ് മൂവി. അതും നമ്മൾ ജസ്റ്റ് സീൻസിന് വേണ്ടി മാത്രമല്ല, ഇൻ ജനറൽ അവരുടെ ഒരു കഴിവും പ്രകടവും. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസസ് നമ്മുടെ പഴയ ആക്ട്രസസ് ശോഭനയൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ് ആക്ട്രസസ്. ഇപ്പം പക്ഷെ അങ്ങനെ ക്രഷ് എന്ന് പറയാനില്ല. ഈ ബോഡി ഷാർപ്പിൽ വെച്ചൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളെ സേട്ടൻ എന്ന് പറഞ്ഞ ആലോചിച്ച് അത് ആക്ച്വലി പുള്ളിയുടെ അടുത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു. ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് പറഞ്ഞു നമ്മളിങ്ങനെ ചെയ്യും, ഓക്കെ ആണെന്ന് ചോദിച്ചത്. കൊളാബിയൻ ആദ്യമേ പറഞ്ഞു. പുള്ളി പറഞ്ഞു കൊളാബിയൻ പുള്ളി UK യിലാണുള്ളത് എന്നുവെച്ചാൽ നേരിട്ട് പക്ഷെ അപ്പം പുള്ളി പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. കൊളാബിയാണ് എൻ്റെ ഐഡിയ. ഇമാതിരി ഐഡിയസ് എല്ലാം എൻ്റെ ഐഡിയ. അത് ബെസ്റ്റ് ഐഡിയ. എല്ലാം തക്കുണ്ടാണ്. ഈ ബെസ്റ്റ് എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ബെസ്റ്റ്. അങ്ങനെ ബെസ്റ്റ് ഇറക്കി. പക്ഷെ ബെസ്റ്റ് റിയൽ അല്ല കേട്ടോ, അങ്ങനെ കഥാപാത്രം ഇല്ല. പലരും ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ ബെസ്റ്റ്. ചേച്ചിയുടെ ബെസ്റ്റ് ആവാമോ, ആക്കാമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് മെസ്സേജ് വരാറുണ്ട്.
അത് കഴിഞ്ഞ ദിവസം നമ്മൾ റീലിട്ടത് സത്യമാണത്. ഇതേപോലെ ആരെങ്കിലും ഹായ് ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഉടനെ ജോയിന്റ് അക്കൗണ്ട് ആണല്ലോ, ഉടനെ ഇവിടെ നിന്ന് അങ്ങോട്ട് മോനെ ചേട്ടൻ ഹിയർ. ഇതേപോലെ തന്നെ ഇവൻ ആരെങ്കിലും വരുന്ന ചേട്ടന്റെ കാല് അല്ലെങ്കിൽ ചേട്ടന്റെ കൈ എന്ന് പറയുമ്പോൾ മോളെ ചേച്ചി ഹിയർ, മോളെ എന്താ വേണ്ടേ, അങ്ങനെ ഒരു സ്ഥിരം പതിവ് ഉണ്ട് രണ്ടുപേരും. ഇമാതിരി ഐഡിയസ് എല്ലാം എൻ്റെ ഐഡിയ തോന്നുന്നു. ഇല്ല, അത് നന്നായി എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വേറെ ഒക്കെ ഉണ്ടാക്കും. കാലുകൾക്കുള്ള ഫാൻ ഫോളോയിങ് എനിക്കിഷ്ടമാണെന്നുള്ള റീസൺ അതെൻ്റെ കാല് കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ആ ഒരു അട്രാക്ഷൻ എനിക്കൊരു പ്ലസ് ആണ്. ഈ നമ്മുടെ നിങ്ങള് വന്നിട്ട് ഈ അങ്കനവണ്യമേ എന്ന് പറഞ്ഞ പാട്ടിന് ഫസ്റ്റ് ഒരു കമന്റ് വരുന്നുണ്ട്. കമന്റ് ഞാൻ വായിക്കാം. ഇത് ചേട്ടൻ നല്ല അടിക്കാരനാണല്ലോ എന്നാണ് അതിന്റെ കമന്റ്. അതിന് നിങ്ങൾ തന്നെ ഇട്ടിട്ടുള്ള റിപ്ലൈ ഓർമ്മയുണ്ടോ? ഇല്ല. അവിടുന്ന് കണ്ടപ്പോ തന്നെ തോന്നിയല്ലേ ജന്മനാ കിട്ടിയ ഇത് എത്ര നേരം അത് അപ്പൊ തന്നെ വരുന്നതാണ്. സമയമെടുത്ത് ആലോചിച്ച് ചെയ്യാറില്ല. ഞാൻ ഇടുന്ന റിപ്ലൈസ് ഒന്നും പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നമുക്കങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ കമന്റ്സ് വരുന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ആ സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു കമന്റും ഇടുന്ന ആൾക്കാരാണെന്ന് പോലും ഒരു പിടിയില്ല. ഇവക്ക് പക്ഷെ അറിയാം. ഇപ്പം ഇവള് ഓരോരുത്തരുടെ പ്രൊഫൈൽ കയറി നോക്കും, ഇത് ഇയാൾ ആരാണ്, ഇത് പെണ്ണാണോ ആണാണോ എന്നൊക്കെ നോക്കും. ഞാൻ ആ പരിപാടി ചെയ്യാറേ ഇല്ല. അതെ, ഞാൻ നോക്കും ഫേക്ക് പ്രൊഫൈലാണോ റിയൽ പ്രൊഫൈലാണോ, എന്തെങ്കിലും എന്താണ് ഒരു ക്ലൂ എന്ന് അറിയാനായിട്ട്. നമ്മൾ വരുന്ന കമന്റിന് നമുക്ക് അപ്പോഴത്തെ വൈബ് എങ്ങനെയാണോ അതൊരു മറുപടി ഇടുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തന്നെ ഒരുപാട് മിസ് ചെയ്തു, നീ എന്നെ ഒരുപാട് മിസ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനകത്തൊരു മലയാളം ഡയലോഗ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആളെങ്ങനെയാളുണ്ട് പണ്ടത്തെ മലയാളം ഡയലോഗിന്റെ ഒരു ഇൻകോർപ്പറേഷൻ അതെങ്ങനെ സാധിച്ചത്? ഞാൻ മുമ്പ് ആ ഡയലോഗ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഇത് ജന്മനായിട്ടുള്ള സിദ്ധിയാണ്. ഇങ്ങനത്തെ വേറൊന്നും പറയാനില്ല. കാരണം ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങളിൽ നമുക്കിത് ഇങ്ങനെ ഡബിൾ മീനിങ് എങ്ങനെ ആക്കാം എന്നുള്ള ഒരു തോട്ട് വരുന്നതാ. അങ്ങനെയാണല്ലോ അത് വരുന്നത്. എങ്ങനെ നമുക്ക് ആ ഡയലോഗിന് ഇങ്ങനൊരു അർത്ഥം കൊടുക്കാം എന്നല്ല അവിടുത്തെ ക്വസ്റ്റ്യൻ. അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നൊരു കാര്യമാണ്. വളരെ വളരെ അതായത് ഒരു 9. അതല്ലേ പറഞ്ഞ അപ്പൻ ആവശ്യത്തിന് അന്വേഷിച്ചില്ല, കെട്ടിച്ചു കൊടുത്തു. അതിന്റെയാണ് അപ്പനിപ്പോ കണ്ടോണ്ടിരിക്കണേ. ഇയാളുടെ ഒരു ഡബിൾ മൈൻഡിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കിയ ഒരു സന്ദർഭമുണ്ടോ? ഡെയിലി ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒബ്വിയസ്ലി അറേഞ്ച് മാരേജ് ആയിരുന്നു, അപ്പൊ നമ്മൾ പരസ്പരം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ തുടക്കത്തിലൊക്കെ ഇതേപോലെ ഞാനിപ്പോ അമേരിക്കയിൽ ലോങ്ങർ പീരീഡ് ഉണ്ടായിരുന്നെങ്കിലും ടെനി അപ്പൊ നാട്ടിൽ നിന്ന് ജസ്റ്റ് മെഡിസിൻ ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ പബ്ലിക്കായിട്ട് ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ ആദ്യം വേണ്ടട്ടോ എന്നായിരുന്നു. പക്ഷെ അതൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കുന്ന സമയം വരെയും ഇവൾ ആക്ച്വലി മുട്ടിന് മേളിലോട്ട് ഒരു ഉടുപ്പ് ഇട്ടിട്ടില്ല. വളരെ ഓർത്തഡോക്സ്, വളരെ കൺസർവേറ്റീവ് ആയിട്ട് നടന്ന ഐറ്റം ആയിരുന്നു ഇത്. പിന്നെ നമ്മൾ വഴി തിരിച്ചതാണ്.